തമിഴ്നാട് ചെന്നൈ തിരുവള്ളൂരിലെ ബാലാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് 29 വയസ്സായ ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവള് ബാലാജി നഗർ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു നേഴ്സും കാര്യങ്ങളുമായി വർക്കും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇവളെ വീട്ടിൻ്റെ അകത്താണെങ്കിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ് ഇവളെ അമ്മയും ഉണ്ട്. അങ്ങനെ ഇവളെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഹോസ്പിറ്റലിലോട്ട് പുറപ്പെടും. അതിനുശേഷം 8-9 മണിയാകുന്ന സമയത്ത് വീട്ടിലോട്ട് ഇവൾ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഇവൾ ഡിസംബർ 10 വീട്ടിൽ നിന്ന് രാവിലെ 7 മണിക്ക് പുറപ്പെടുകയാണ്. 7 മണിക്ക് പുറപ്പെട്ടതിന് ശേഷം രാത്രി 8-9 മണി കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിലോട്ട് ഇവൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. 10 മണി വരെ ഈ അമ്മ വെയിറ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ഈ അമ്മയുടെ പക്കൽ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് ഈ അമ്മക്ക് അറിയില്ല. ഇതൊക്കെ കൂടി തന്നെ നേരെ ഈ അമ്മ ദേവി വർക്കും കാര്യങ്ങളും ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് നേരെ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള അധികൃതരെല്ലാം ചോദിക്കുകയാണ്, മകൾ ഇതുവരെയായിട്ടും ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടില്ല, അവൾ ഇവിടെ ഉണ്ടോ എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ അധികൃതരുടെ പക്കൽ പോയിട്ട് ഈ അമ്മ ചോദിക്കുകയും ചെയ്തു. മറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായ മറുപടി, അവൾ സാധാരണ രീതിയിൽ തന്നെ ഇവിടുന്ന് പുറപ്പെടുന്നത് 7 മണിക്കാണ്. ആ സമയത്ത് തന്നെ അവൾ ഇവിടെ നിന്ന് പുറപ്പെട്ടായിരുന്നല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ അമ്മയുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ചാണെങ്കിൽ ഈ അമ്മ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ഇവൾ എവിടെ പോയി എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് സായിറാം എന്ന് പറയുന്ന 19-കാരൻ ബാലാജി നഗർ തന്നെ ഡിഗ്രിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു. ഇവൻ നേരെ മിസ്സിങ്ങും കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് അടുത്തൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും വരികയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഈ കേസ് രണ്ടും കൂടി നല്ല രീതിയിലുള്ള ടൈപ്പും കാര്യങ്ങളും ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർ മനസ്സിലാക്കുന്നത്. അതിന്റെ രീതിയിൽ തന്നെ ഇവർ രണ്ടുപേരും ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരുടെ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് പത്രത്തിൽ കൊടുക്കുകയാണ് ഒരു പരസ്യം കാര്യങ്ങളും. അതായത് ഇവർ രണ്ടുപേര് എവിടെ നിന്നെങ്കിലും കാണുകയാണെങ്കിലോ ഇവരെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിലോ ഇന്ന നമ്പറിൽ വിളിച്ച് പറയണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് തന്നെ പോലീസുകാരുടെ പക്കൽ വന്നിട്ടുണ്ടായിരുന്ന ഫോണ് 15ഓളം ഫോൺ കോൾ ആയിരുന്നു പോലീസുകാരുടെ പക്കൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ 15 പേരും പിന്നീട് ഇത്തരത്തിൽ തന്നെ ഇന്നൊരു ഡേറ്റിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ വേണ്ടി പോലീസുകാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസമാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വരികയും ചെയ്തു. പോലീസുകാരുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ദേവിയുടെ അമ്മയായ ലക്ഷ്മിയുടെ ഏട്ടത്തിയുടെ മകനാണ് സായിറാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഈ പോലീസുകാർക്ക് മനസ്സിലും കാര്യങ്ങൾ ആവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സായിറാമിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ബന്ധുക്കളും പോലീസുകാർ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സായിറാമിൻ്റെ വീട്ടിലാണെങ്കിൽ വയസ്സിന് കൂടിയ ഒരു സ്ത്രീയെ വിവാഹം കാര്യങ്ങളൊക്കെ അയച്ചു വന്നതുകൊണ്ട് തന്നെ വളരെയധികം പ്രശ്നവും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നീ ഇനി തിരിച്ച് വീട്ടിലോട്ട് വരണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സായിറാമിൻ്റെ പക്കൽ അവൻ്റെ വീട്ടുകാർ പറയുകയും ചെയ്തു. മറിച്ച് നേരെ ലക്ഷ്മി അതുപോലെ തന്നെ സായിറാം ആ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നും ിരിക്കുന്ന സമയത്ത് ഈ ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല 15 ആളുകൾ തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് എന്ന്. മറിച്ച് നേരെ ലക്ഷ്മി ആ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയതിനു ശേഷം ഈ 15 ആളുകളും കണ്ടതിന് ശേഷം ഇവൾ അമ്പരന്ന് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പോലീസുകാർ ചോദിക്കുകയാണ് ലക്ഷ്മിയുടെ പക്കൽ, നിനക്ക് ഈ 15 ആളുകളെ അറിയാമോ നേരത്തുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിനു മുമ്പേ ഈ 15 ആളുകളെ പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് അറിയില്ല എന്നായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന 15 ആളുകൾ സ്റ്റേഷനിൽ നിന്ന് ബഹളം കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവർ ആരൊക്കെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് ഇവിടെ തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയാണ്. ഈ 15 ആളുടെ പക്ഷത്തും ഇവൾ പോയിട്ടുണ്ടായിരുന്നത് വിവിധ തരത്തിലുള്ള പേരും കാര്യങ്ങളും വെച്ചുകൊണ്ടായിരുന്നു. അതായത് ഈ 15 ആളുകൾ ഇവളെക്കാൾ വയസ്സും കാര്യങ്ങളും കുറഞ്ഞ ആളുകളാണ്. ഇവരുമായിട്ട് ഇവളുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും പിന്നീട് വിവാഹം കാര്യങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്നും ധാരാളം പണവും കാര്യങ്ങളും അവഹരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ പക്കൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപയോളം ഇവൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2-3 മാസത്തോളം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് ഈ ആളുകളിൽ നിന്നും ഇവർക്ക് എത്രത്തോളം പണം വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം പണം വാങ്ങിച്ചതിന് ശേഷം പിന്നീട് ഇവരാരുമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളും വെക്കാതെ തന്നെ ഇവൾ മുങ്ങുകയുമാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യമായിരുന്നു പിന്നീട് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് സായിറാമിന് തിരികെയും ചെയ്തു. പിന്നീട് പോലീസുകാരുടെ പക്കൽ നിന്നും വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ 15 ആളുകളും പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഈ ദേവി പറയുകയാണ്, ഇവരുടെ പണം മുഴുവൻ ഞാൻ കൊടുക്കാം, മറിച്ച് ഞാൻ സായിറാമും കൂടിയിട്ട് ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ അമ്മ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരു ബന്ധം വെച്ച് നോക്കുന്നതാണെങ്കിൽ ഈ ദേവി സായിറാമിന് വരേണ്ടത്. മറിച്ച് ഇവൾ തന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് സായിറാം മനസ്സിലാക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് അവളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇനി ഒരിക്കലും പോകില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ പക്കൽ സായിറാം പറയുകയും ചെയ്തു. അപ്പോൾ ഇവൾ ചെയ്തിട്ടുണ്ടായ പരിപാടി, അതായത് ബന്ധുക്കളുടെ മുമ്പിൽ ഈ 15 ആളുകളുടെ മുമ്പിൽ പോലീസുകാരുടെ മുമ്പിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി, ഇവിടെ നേരെ ഈ സായിറാം നേരെ അമ്പലത്തിൽ കൊണ്ടുപോയി ഇവർ കല്യാണം കഴിച്ച താലി നേരെ പൊട്ടിച്ച്
പിടിച്ചതിന് ശേഷം പോലീസുകാരുടെ മുമ്പിൽ നിന്നും വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പറയുകയാണ് ഇവരെ പണം ഇന്ന ഡേറ്റിനുള്ളിൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് യാതൊരു രീതിയിലുള്ള കൂസലുമില്ലാതെ തന്നെ ഇവിടെ മുതലക്കണ്ണിയെല്ലാം തുടച്ചതിന് ശേഷം ഒരു പ്രശ്നം പറ്റാത്ത രീതിയിൽ തന്നെ പിന്നീട് ഇവിടെ നടന്നു പോവുകയാണ് ചെയ്തത്. വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ക്രൈമും കാര്യങ്ങളുമായിരുന്നു ഇവിടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇവളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ ഇവിടെ വശീകരിച്ചതിന് ശേഷം ഇവരെ കയ്യിൽ നിന്ന് ധാരാളം പണവും കാര്യങ്ങളും അപകരിക്കുക. അത് 3-4 മാസത്തിനുള്ളിൽ ഈ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ബ്രേക്കും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇവർ ആരുമായിട്ട് യാതൊരു രീതിയിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളും ഇവിടെ ചെയ്യില്ല. ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പും കാര്യങ്ങളുമായിരുന്നു ഇവിടെ ചെയ്തു വന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും കാര്യങ്ങളും കൊടുക്കില്ല. അത് മാത്രമല്ല ബന്ധുക്കളുടെ പക്കൽ പോയി പറയുകയുമില്ല. അതായത് ഇത്തരത്തിലൊരു സ്ത്രീ, ഞങ്ങളെക്കാൾ വയസ്സിന് മൂത്തൊരു സ്ത്രീ ഇത്തരത്തിലൊരു കാര്യം ചെയ്ത് ഞങ്ങളെ കയ്യിൽ നിന്ന് ധാരാളം പണം കാര്യങ്ങൾ അപകരിച്ച് പോയിട്ടുണ്ട് എന്ന് പറയില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇവള് വളരെയധികം സേഫ് ആയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു ഇത്രയും കാലം ഇവള് മുന്നോട്ടും കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.